നമസ്കാരം. ഐ ആം ദി സ്റ്റേറ്റ് റഷ്യൻ സാർ ചക്രവർത്തിയായിരുന്ന ലൂയി 14 ഇതുപോലുള്ള നിലപാടുകളുമായി ഇനി എന്തായാലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലാണ് ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടക കക്ഷികളെല്ലാവരും ഒന്നായി ചേർന്നുകൊണ്ട് പിണറായി വിജയനെ കടന്നാക്രമിക്കുന്നതാണ് കണ്ടത്. 2 ദിവസമാണ് സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. 3 ദിവസം സംസ്ഥാന സമിതി യോഗവും നിശ്ചയിച്ചിരിക്കുന്നു. ഈ 2 ദിവസത്തെ സെക്രട്ടേറിയറ്റിൽ ആണ് ഇതുപോലെ ഘടകകക്ഷികൾ പിണറായി വിജയനെതിരെ ഘോരം ആഞ്ഞടിച്ചത്. പിണറായി വിജയന്റെ സ്വാഭാവികമായ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവൃത്തി ജനങ്ങളെ CPM നിന്ന് അകറ്റി എന്ന് തന്നെയാണ് ഘടകകക്ഷികൾ തുറന്നടിച്ചത്. CPI പോലുള്ള പ്രമുഖ ഘടക കക്ഷികൾ എല്ലാവരും തന്നെ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെയും അഹങ്കാരത്തെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇനി ഇത്തരത്തിൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ല എന്ന് തീർത്തു പറഞ്ഞത്. എന്തായാലും ജനങ്ങളിൽ നിന്നും പാർട്ടി ഒറ്റപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആദ്യം മനസ്സിലാകുന്ന കാര്യം ഇതുതന്നെയാണ്. VS അച്യുതാനന്ദന്റെ കാലത്ത് അല്ലെങ്കിൽ VS അച്യുതാനന്ദന്റെ കാലം വരെ പാർട്ടിക്ക് ഒരു നയമുണ്ടായിരുന്നു. പാർട്ടിയായിരുന്നു വലുത്, പാർട്ടിക്ക് മേലെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ കളിയൊക്കെ മാറി പിണറായി വിജയൻ എന്ന നേതാവ് പാർട്ടിയേക്കാൾ മുകളിലുള്ള ഒരു പ്രതിബിംബമായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ഞാനാണ് സ്റ്റേറ്റ്, ഞാനാണ് എല്ലാം എന്നുള്ള അർത്ഥത്തിലേക്ക് പാർട്ടിയെയും പാർട്ടി സംവിധാനങ്ങളെയും മാറ്റി മറിച്ചിരിക്കുന്നു, ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് പിണറായി വിജയനെതിരെ ഘടകകക്ഷികളെല്ലാവരും ഒരേ സ്വരത്തിൽ ആഞ്ഞടിച്ചത്. തോമസ് ഐസക്കും G സുധാകരനും പിണറായി വിജയന് നേരിട്ട് തന്നെ സംസാരിച്ചപ്പോൾ MV ജയരാജൻ അത് പരോക്ഷമായി തന്നെയാണ് സംസാരിച്ചത്, പ്രകടിപ്പിച്ചത്. എന്തായാലും ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് എല്ലാവരും എടുത്തു പറഞ്ഞത്. പാർട്ടി ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇതിന്റെ കാരണം താഴെ തട്ടിൽ തന്നെ കണ്ടെത്തി കർശനമായ പരിശോധന നടത്തി പഠിക്കേണ്ടതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇനി വരും നാളുകളിൽ പാർട്ടി കേരളത്തിൽ ഉണ്ടാകില്ല. ബംഗാളിലെ പാർട്ടിയുടെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ബംഗാളിലെ പാർട്ടിയുടെ ചരിത്രം എല്ലാവരും പരിശോധിക്കണം, അത് ഓർക്കേണ്ടതുണ്ട് എന്നാണ് കൃത്യമായ വിലയിരുത്തൽ ഉണ്ടായത്. സംഘടനാ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. സംഘടനാ തലത്തിൽ താഴെ തട്ടിലുള്ള പാർട്ടിയുടെ അപജയമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഇത്രത്തോളം ആക്കം കൂട്ടിയത് എന്നുകൂടി ഘടകകക്ഷികളിൽ നിന്നും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരികയുണ്ടായി. മാത്രമല്ല CPMന്റെ N ബ്ലോക്ക് വോട്ടുകളായിരുന്ന ഈഴവ വിഭാഗത്തിന്റെ നല്ലൊരു ശതമാനം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ മറു കക്ഷികളിലേക്ക് പോയിട്ടുണ്ട്. ഇതിന് കൃത്യമായ കാരണം എന്താണെന്ന് കണ്ടെത്തണം. വെള്ളാപ്പള്ളി നടേശൻ BDJS എന്ന പാർട്ടി രൂപീകരിച്ചതോടുകൂടി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹാശിസുകളോടുകൂടി BDJS എന്ന പാർട്ടി രൂപീകരിച്ചതിലൂടെ നല്ലൊരു ശതമാനം ഈഴവ വോട്ടുകൾ CPMന് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയാലാണ് നേരത്തെ CPMന് കിട്ടിയിരുന്ന ഇത്തരം വോട്ടുകളിൽ ഇനി ചോർച്ചയുണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ചർച്ചകളും അതിൽ ഇനി എന്തൊക്കെ സ്വീകരിക്കണം എന്നുള്ള നടപടിക്രമങ്ങളും തൊലിപ്പുറമേയുള്ള ഒരു ചികിത്സ മാത്രമായി മാറാൻ സാധ്യമല്ല. അത്തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. എന്തായാലും തിരുത്തേണ്ടവർ തിരുത്തണം എന്ന് എടുത്തു പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത് പിണറായി വിജയനിൽ തന്നെയാണ്. പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും മാറ്റിവെച്ച് സമചിത്തതയോടുകൂടി പാർട്ടി അണികളോടും സാധാരണക്കാരോടും പെരുമാറാൻ സാധിക്കണം. ഞാനാണ് സ്റ്റേറ്റ്, എന്നിൽ വലിയ യാതൊന്നും ഇവിടെ ഇല്ല, എനിക്ക് താഴെയാണ് പാർട്ടി എന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം എന്ന സൂചന തന്നെയാണ് തോമസ് ഐസക്കും G സുധാകരനും ഉൾപ്പെടെയുള്ള ആളുകൾ പിണറായി വിജയന് നേരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. എന്തായാലും ഇനി വരുംകാല തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സുസജ്ജമാക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ പാർട്ടി നടപടിക്രമങ്ങൾ കൈക്കൊള്ളും. ഭരണത്തിലും ഇനി പാർട്ടിയുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി വരുന്ന നാളുകളിൽ പാർട്ടിയുടെ കൃത്യമായ കടിഞ്ഞാണിലായിരിക്കും ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പോൾ തന്നെ മറ്റൊരു പരാതി ഭരണത്തെക്കുറിച്ചുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയാണ് മുഖ്യമന്ത്രിയെ മറികടന്നുകൊണ്ട് തന്നെ പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് ഭരണചക്രം തിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയാണ് എന്നാണ് പല ഘടകകക്ഷികളിലും അതുപോലെ തോമസ് ഐസക്, G സുധാകരൻ തുടങ്ങിയുള്ള പല നേതാക്കളുടെയും അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്തരം ഒരു രീതി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കൃത്യമായും ഈ അഭിപ്രായങ്ങളെല്ലാം അവലോകന യോഗങ്ങളിൽ ഉയർന്നു വന്ന ഈ അഭിപ്രായങ്ങളെല്ലാം പിണറായി വിജയനെ മണിച്ചിത്രത്താഴിട്ട് പൂട്ടുന്ന തരത്തിൽ തന്നെയുള്ള തീരുമാനങ്ങളും അവലോകനങ്ങളും തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, പിണറായി വിജയൻ പടിയിറങ്ങി മാറി നിന്നുകൊണ്ട് CPM എന്ന പാർട്ടിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്നുവരെ അവലോകന യോഗത്തിൽ ചില ആളുകൾ പറഞ്ഞു വയ്ക്കുകയായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് തോമസ് ഐസക്കും G സുധാകരനും തന്നെയാണ് എന്ന് പറയുമ്പോൾ പിണറായി വിജയന് തീർത്തും മൗനിയായിരിക്കാനേ സാധിച്ചുള്ളൂ. എന്നാൽ തെരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കുന്നു എന്ന് പിണറായി വിജയൻ പറയുന്നതോടൊപ്പം ഇതിന് സമഗ്രമായ ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇനി പാർട്ടിയിൽ
ഉൾക്കൊള്ളുവാൻ സാധിക്കുക, കൊണ്ടുവരുവാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ പാർട്ടി ശിഥിലീകരിക്കപ്പെട്ടു പോകും. താഴെത്തട്ടിൽ നിന്ന് തന്നെ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങൾ ഇനിയും പുനരുജ്ജീവിച്ചുകൊണ്ട് ഭരണം നിലനിർത്തുന്നതിന് ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പാർട്ടി കൈക്കൊള്ളും. ഭരണതലത്തിൽ പാർട്ടിയുടെ കൃത്യമായ രൂപരേഖയും നയരേഖയും ഉണ്ടായിരിക്കും. മുൻപ് സ്വീകരിച്ച തെറ്റുതിരുത്തൽ രേഖകൾ വളരെ കർശനമായ രീതിയിൽ തന്നെ പാർട്ടിയിൽ അച്ചടക്ക സ്വഭാവത്തോടു കൂടി നടപ്പിലാക്കും. ഇത് ഭരണതലത്തിലും പാർട്ടിയിലും പുതിയ അഴിച്ചുപണിക്ക് വഴിവെക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള പിണറായി വിജയന്റെ നാളുകൾ അത്ര സുഗമമായിരിക്കില്ല. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും തൻപോരിമയും തന്നെയാണ് CPM-നെ ഇത്രയധികം വളരെ മോശമായ പരാജയത്തിലേക്ക് നയിച്ചത്. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മരുമകനെയും അതിനിശിതമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നത്. എന്തായാലും ഐ ആം ദി സ്റ്റേറ്റ് എന്ന ലൂയി 14 പാത പിന്തുടർന്നുകൊണ്ട് മുഖ്യമന്ത്രി ഇനിയും CPM-ൽ അപ്രമാദിത്വമുള്ള നേതാവാണ്, ഞാൻ പാർട്ടിക്ക് മുകളിൽ എല്ലാം ഞാനാണ് എന്നുള്ള ധാരണയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കില്ല. തീർച്ചയായും അതിന് കടിഞ്ഞാൻ വീണുകൊണ്ടിരിക്കുന്നു. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി ലഭിക്കത്തക്ക രീതിയിൽ, ശമ്പളം മുടങ്ങാത്ത രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പാർട്ടി കൈക്കൊള്ളും. അതുപോലെ തന്നെ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്ത അവസ്ഥ, സാധാരണ ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു പോകുന്ന ഇത്തരം വളരെ ഗുരുതരമായ സ്വഭാവങ്ങളുള്ള വിഷയങ്ങളെല്ലാം കൃത്യമായി പഠിക്കും. അതിന് കൃത്യമായ രൂപരേഖ തയ്യാറാക്കാനും പാർട്ടി തീരുമാനിച്ചു. എന്തായാലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് കൃത്യമായി പൂട്ടുവീഴുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് ഇനി എത്ര കാലം പാർട്ടിയുടെ ഇത്തരം തീരുമാനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഭരിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.